ശ്രീ രമേശ് ചെന്നിത്തല ചേരുന്നു, മുതിർന്ന കോൺഗ്രസ്. ശ്രീ രമേശ് ചെന്നിത്തല, എങ്ങനെയാണ് തെന്നല എന്ന് നിങ്ങളൊക്കെ തെന്നല സാർ എന്ന് വിളിക്കുന്ന കോൺഗ്രസിലെ എക്കാലത്തെയും ആ സൗമ്യ സാന്നിധ്യത്തെ, എക്കാലത്തെയും ഒരു ട്രബിൾ ഷൂട്ടറെ ഒക്കെ നിങ്ങൾ ഓർത്തെടുക്കുന്നത്? ശ്രീ രമേശ് ചെന്നിത്തല, പാർട്ടി എന്നെല്ലാം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ അന്നെല്ലാം എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു പേരാണ് തെന്നലച്ചേട്ടൻ്റെ. അദ്ദേഹം ഒരു സൗമ്യ മുഖമായിരുന്നു. പാർട്ടി പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം പ്രശ്നപരിഹാരത്തിന് വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത്രമാത്രം എല്ലാവർക്കും സ്വീകാര്യമായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്ന നേതാവാണ് തെന്നല സാർ. തെന്നല സാറിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. ആ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ പരിപൂർണമായ പിന്തുണ അദ്ദേഹം നൽകിയിരുന്നു. അത് ഞങ്ങൾക്കൊക്കെ വലിയ ശക്തിയായിരുന്നു എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. താഴെ തല മുതൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്, മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് KPCC പ്രസിഡന്റ് വരെയായ തെന്നലച്ചേട്ടൻ എന്നും പാർട്ടിക്ക് കരുത്തും ആവേശവുമായിരുന്നു. സ്വന്തമായി ഉണ്ടായിരുന്ന ഭൂമി പോലും വിറ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ശക്തനായ നേതാവിനെയാണ് നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ, കത്തിച്ചു വെച്ച ഒരു നിലവിളക്ക് പോലെ അന്തസ്സോടെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ തെന്നല സാറിൻ്റേത്. ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി ശ്രീ രമേശ് ചെന്നിത്തല.